112/2024 കാറ്റഗറി നമ്പർ PS നടത്തിയ ലബോറട്ടറി അറ്റൻഡർ എക്സാമിന്റെ പാർട്ട് 2 ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? ഇതൊന്നുമല്ല എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയത്. 18 വയസ്സ് പൂർത്തിയായവ എല്ലാവരും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് കീഴിൽ പ്രയോജനം നേടാൻ യോഗ്യരാണ്. ഉയർന്ന പ്രായപരിധിയോ APL BPL വിവേചനമോ ഇല്ല. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് ഇവിടെ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിൽ. ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം G. ധ്രുവപ്രദേശത്ത് Gയുടെ മൂല്യം 9.83 m/s². ഭൂമധ്യരേഖാ പ്രദേശത്ത് Gയുടെ മൂല്യം 9.78 m/s². ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് Gയുടെ മൂല്യം 0. ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം കുറയുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം. ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് ചാലനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. മനുഷ്യന്റെ ശ്രവണ പരിധി. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 14 ജൂലൈ 2023. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 14 ജൂലൈ 2023. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. 1997 കൽപ്പന ചൗളയോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്ത ചൗള ഹിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഒരു ഓസോൺ തന്മാത്രയിൽ 3 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 L. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതു വാതകത്തിന്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 L. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് മൂലകങ്ങൾ വേർതിരിച്ചത് സർ ഹംഫ്രി ഡേവി. പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേര്. പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേരാണ് ഒഗ്നേസൺ. പുതുതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേര് ഒഗ്നേസൺ.
ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡെമോക്രിറ്റസ്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡെമോക്രിറ്റസ്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം അറ്റോമിയോ. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി. കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രമാണ് അക്ഷര കൈരളി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ. ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളി. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വിദ്യാവിനോദിനി. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി വിദ്യാവിനോദിനി മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി. 2020 മികച്ച മലയാള സാഹിത്യത്തിനുള്ള ചെറുകാട് അവാർഡ് വല്ലിക്ക് ലഭിച്ചു. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് നീലവെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കിയ ചിത്രമാണ് ഭാർഗവീ നിലയം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇവ മൂന്നും ശരിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സ് സെമിഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായത്. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് പ്ലോട്ടർ. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് പ്ലോട്ടർ. കീബോർഡ്, ട്രാക്ക് ബോൾ, ബാർകോഡ് റീഡർ എന്നിവ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. GPS-ന്റെ പൂർണ്ണരൂപം? GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത്? വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് കുക്കി. സഫാരി, ഫയർഫോക്സ്, ഒപ്പേറ എന്നിവ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം? മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനമാണ് കോപൈലറ്റ്. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം കോപൈലറ്റ്. താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? PSC ഉത്തരസൂചിക പ്രകാരം പൈത്തൺ. താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ പൈത്തൺ. ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ
വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ് സമീപിക്കേണ്ടത്. 2012 പോക്സോ നിയമം ബാധകമാകുന്നത്. 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ. 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? യുണിസെഫ്. ശിശുക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ഡിസംബർ 11. ആസ്ഥാനം ന്യൂയോർക്ക്. അംഗസംഖ്യ 190. ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക എന്നിവയെല്ലാം ഗാർഹിക പീഡന നിയമത്തിന്റെ കീഴിൽ വരുന്നവയാണ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ നിയമം നിലവിൽ വന്നത്? 1989. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത് 1989. ഈ നിയമം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. ഈ നിയമം പാസ്സാകുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഈ നിയമത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി R വെങ്കിട്ടരാമൻ. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. സന്നദ്ധനാവുക. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയമാണ് സന്നദ്ധനാവുക. അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ. അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി. അല പ്ലസ് ആഴിയാണ് അലയാഴി. തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? തലമുടി എന്ന അർത്ഥം വരാത്ത പദമാണ് തുഹിനം. കുന്തളം, ചായൽ, കുഴൽ എന്നിവയുടെ അർത്ഥം തലമുടി. തുഹിനം എന്നതിന്റെ അർത്ഥം മഞ്ഞ്. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏവ? താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഉത്തരവാദിത്തം, കൃതജ്ഞത എന്നിവയാണ്. അനന്തരവൻ, കൃത്രിമം എന്നിവയാണ് ശരിയായ പദങ്ങൾ. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഉചിതമായ സ്ഥിതി എന്നതിന്റെ ഒറ്റപ്പദം ഔചിത്യം. ഉചിതമായ സ്ഥിതി എന്നതിന്റെ ഒറ്റപ്പദം ഔചിത്യം. ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഋതം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അൻഋതം. ഋതം എന്ന പദത്തിന്റെ വിപരീത പദം അൻഋതം. നാലഞ്ച് എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? നാലഞ്ച് എന്ന പദം വിഗ്രഹിക്കുന്നത് നാലോ അഞ്ചോ. നാലഞ്ച് എന്ന പദം വിഗ്രഹിക്കുന്നത് നാലോ അഞ്ചോ. ചേർത്തെഴുതുക. കൽ പ്ലസ് മതം കന്മതം. കൽ പ്ലസ് മതം കന്മതം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് അധ്യാപികമാർ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് അധ്യാപികമാർ. 112/2024 കാറ്റഗറി നമ്പറിൽ PSC നടത്തിയ ലബോറട്ടറി അറ്റൻഡർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം.